രാമായണം ആദി കാവ്യ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. സഗരന്റെ യാഗത്തെക്കുറിച്ചും ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ചരിത്രവുമൊക്കെ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ശ്രീരാമൻ ആശ്ചര്യത്തോടെ മാമുനിയോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങു പറഞ്ഞ ചരിതമെല്ലാം അത്ഭുതജനകം തന്നെ. മാത്രമല്ല പുണ്യ സമ്മർദ്ദകവും കൂടിയാണ്. മുനീശ്വര, അവിടെ മധുരമായ വാക്കുകൾ കേട്ട് സമയം പോയത് അറിഞ്ഞില്ല. സന്ധ്യയാകാറായി. പിന്നെ അന്നു രാത്രിയിൽ പല കഥകളും വിശ്വാമിത്ര മഹർഷിയിൽ നിന്നും രാമലക്ഷ്മണന്മാർ കേട്ടു. പിന്നീടവർ ആ ആശ്രമത്തിൽ ഉറങ്ങി. പിറ്റേന്ന് പ്രഭാതത്തിൽ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ശ്രീരാമൻ ബ്രഹ്മർഷിയോട് പറഞ്ഞു, രാത്രി മാഞ്ഞു. അങ്ങയുടെ നാവിൽ നിന്നു കേട്ട കഥകൾ കാരണം രാത്രി ഒരു നിമിഷം പോലെയാണ് മറഞ്ഞത്. ത്രിലോകസഞ്ചാരിയായ ഗംഗയെ മറികടക്കാൻ അങ്ങ് ഇവിടെ വന്നുവെന്നറിഞ്ഞ് മാമുനീന്ദ്രന്മാർ കടത്തു തോണി കൊണ്ടുവന്നിരിക്കുന്നു. പിന്നീട് എല്ലാവരും തോണിയിൽ കയറി ഗംഗയുടെ വടക്കേ തീരത്തെത്തി. കൂടെ വന്ന മാമുനീന്ദ്രന്മാരെ അഭിവാദ്യം ചെയ്തിട്ട് അവരെ തിരിച്ചയച്ചു. ഗംഗയുടെ വടക്കേക്കരയിലുള്ള അതിമനോഹരമായ വിശാലം എന്ന നാടിനെ അവർ കണ്ടു. സ്വർഗസുന്ദരമായ ആ നാട്ടിലേക്ക് ശ്രീരാമലക്ഷ്മണന്മാരോടൊപ്പം വിശ്വാമിത്രൻ പ്രവേശിച്ചു. രഘുരാമൻ തൊഴുതുകൊണ്ട് വിശ്വാമിത്രനോട് ചോദിച്ചു, ഭഗവാനെ, ഈ വിശാലപുരിയിലെ രാജവംശം ഏതാണ്? അറിയുവാൻ അതിയായ ആഗ്രഹമുണ്ട്. രാമന്റെ ചോദ്യം കേട്ട മാമുനീന്ദ്രൻ ആ വിശാല രാജ്യത്തിന്റെ ചരിത്രം പറയുവാൻ തുടങ്ങി. രാമ, ഈ പ്രദേശത്ത് നടന്നിട്ടുള്ളതും ദേവേന്ദ്രൻ പറഞ്ഞു കേട്ടിട്ടുള്ളതുമായ കഥ ഞാൻ പറയാം. പണ്ട് കൃതയുഗത്തിൽ ദിതിയുടെ പുത്രന്മാരും അതിഥിയുടെ പുത്രന്മാരും മഹാബലവീര്യമുള്ള വീര്യന്മാരായിരുന്നു. രാമ, ഒരിക്കൽ അവർക്ക് ഒരു ചിന്തയുണ്ടായി. നമുക്ക് ജരാരോഗങ്ങളില്ലാതെ മരണമില്ലാത്തവരായിരിക്കാൻ എന്താണ് മാർഗം? അമേയ ബുദ്ധിമാന്മാരായ അവർക്ക് ഉടനെ തന്നെ അതിന് ഉത്തരവും തോന്നി. പാലാഴി കടഞ്ഞ് അമൃതെടുക്കണം. അത് കഴിച്ചാൽ ജരാമരണങ്ങൾ ഉണ്ടാകില്ല. അങ്ങനെ ക്ഷീരസാഗരത്തെ മഥനം ചെയ്യാൻ അവർ തീർച്ചയാക്കി. മന്ദര മഹാമലയെ കടക്കോലാക്കി. സർപ്പരാജാവായ വാസുകിയെ കയറുമാക്കി. മഹാശക്തരായ അവർ ഒന്നിച്ചു നിന്ന് കടയുവാൻ തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയി. 1000 വർഷം കഴിഞ്ഞപ്പോൾ വാസുകിയുടെ ശിരസിൽ നിന്നും വിഷം പുറത്തേക്ക് വന്നു. വിഷപ്പുക കൊണ്ട് കരിമ്പാറയിൽ കൊത്തിയപ്പോൾ ഹലാഹലം എന്ന കൊടും വിഷം ചെന്തി പോലെ ഉയർന്നു. ഭൂമി മുഴുവൻ ചാമ്പലാകാൻ തക്ക വിധത്തിലുള്ള അഗ്നിയെ കണ്ട് ദേവന്മാരും അസുരന്മാരും ഭയന്നു. അവർ മഹേശ്വരനെ ശരണം പ്രാപിച്ചു. പശുപതിയായ രുദ്രദേവനെ സാഷ്ടാംഗം പ്രണമിച്ച് സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാരുടെ മുന്നിൽ ദേവദേവേശ്വരനായ മഹാപ്രഭു ശംഖചക്രധാരിയായി പ്രത്യക്ഷപ്പെട്ടു. തൂമന്ദഹാസം ചൊരിഞ്ഞുകൊണ്ട് മഹാവിഷ്ണു പരമേശ്വരനോട് അരുളി ചെയ്തു, ദേവന്മാരിൽ പ്രഥമ സ്ഥാനത്തുള്ള അങ്ങ് ദേവന്മാർ കടയുമ്പോൾ ആദ്യം കിട്ടുന്നത് എന്തോ അത് അങ്ങയ്ക്കുള്ളതല്ലേ? പ്രഭു, ഇത് അഗ്രജ പൂജയെന്ന് വിചാരിച്ച് വിഷത്തെ സ്വീകരിച്ചാലും. ഇത്രയും പറഞ്ഞിട്ട് മഹാവിഷ്ണു മറയുകയും ചെയ്തു. ദേവന്മാരുടെ ഭയം കണ്ടും മഹാവിഷ്ണുവിന്റെ വാക്കുകൾ കേട്ടും മഹേശ്വരൻ ഹലാഹല വിഷത്തെ കയ്യിലെടുത്ത് ഒന്ന് തിരുമ്മിയപ്പോൾ അത് ഗുളിക പോലെയായി. സർവലോകത്തിന്റെയും ആവശ്യം മനസ്സിലാക്കി ഭഗവാൻ അത് വിഴുങ്ങി പെട്ടെന്ന് അപ്രത്യക്ഷനായി. ദേവാസുരന്മാർ സമാധാനത്തോടെ വീണ്ടും പാലാഴി മഥനം തുടങ്ങി. എന്നാൽ മന്ദരപർവ്വതം ക്രമേണ സമുദ്രത്തിൽ താഴാൻ തുടങ്ങി. താഴ്ന്നു താഴ്ന്ന് പാതാളത്തിൽ
എത്തി. എന്തു ചെയ്യണമെന്നറിയാതെ ദേവാസുരന്മാർ വിയർത്തു വിവശരായി. അവർ മഹാവിഷ്ണുവിനെ സ്തുതിക്കാൻ തുടങ്ങി. മഹാപ്രഭു മധുസൂദന, സർവജീവികൾക്കും ആധാരമായ ദേവദേവ, അവിടുന്ന് മാത്രമാണ് ദേവന്മാർക്ക് സദാ ആശ്രയമായിട്ടുള്ളത്. മഹായോഗീശ്വര, ഞങ്ങളെ രക്ഷിക്കണേ, മന്ദരപർവ്വതത്തെ ഉയർത്തണമേ. വൈകുണ്ഠപതിയായ ഋഷികേശൻ വലിയൊരു ആമയുടെ രൂപത്തിൽ പർവ്വതത്തെ ഉയർത്തി നിർത്തി. മന്ദരത്തെ മുതുകിൽ വഹിച്ച് പാലാഴിയുടെ അടിയിൽ ആ ലോകനാഥൻ കിടന്നു. മാത്രമല്ല, ദേവാസുര മധ്യത്തിൽ നിന്ന് ഇടത് കൈകൊണ്ട് കടയുവാനും ആരംഭിച്ചു. 1000 വർഷങ്ങൾ വീണ്ടും കടന്നു. പാലാഴിയിൽ നിന്ന് സർവാംഗസുന്ദരിയായ ജ്യേഷ്ഠാദേവി ഉയർന്നു വന്നു. ഒന്നാമത് ഉണ്ടായതിനാലാണ് ജ്യേഷ്ഠ എന്ന പേര് വന്നത്. പിന്നീടുണ്ടായത് പാരിജാതം എന്ന കൽപ്പവൃക്ഷമായിരുന്നു. അതിനെ ദേവന്മാർ കൈക്കലാക്കി. അത്ഭുത രൂപശക്തിയുള്ള കാമധേനുവും ഐരാവതമെന്ന 4 കൊമ്പുള്ള ആനയും തുടർന്ന് പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നു. 1000 വർഷങ്ങൾ പിന്നെയും കടന്നു. ദണ്ഡും കമണ്ഡലവുമേന്തിയ ഒരു ദേവൻ ആ മഥനത്തിൽ നിന്നുണ്ടായി. ആയുർവേദം രൂപമെടുത്ത സാക്ഷാൽ ധന്വന്തരി ദേവനായിരുന്നു അത്. സുന്ദരികളായ അപ്സര സ്ത്രീകളാണ് പിന്നീട് ഉണ്ടായത്. അപ്പിൽ കടയുമ്പോൾ ജനിച്ച മോഹനാംഗികൾക്ക് അപ്സര സ്ത്രീകൾ എന്ന പേര് വന്നു. അവർ തന്നെ 16 കോടിയായി. കണക്കില്ലാതെ ദാസിമാരും പുറത്തു വന്നു. പക്ഷേ ദേവന്മാരോ അസുരന്മാരോ ആരും തന്നെ അവരെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് അപ്സര സ്ത്രീകൾ എല്ലാവർക്കുമുള്ള പൊതുസ്വത്തായി തീർന്നു. വരുണപുത്രിയായ വാരുണിയാണ് പിന്നീട് പുറത്തു വന്നത്. ഭർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറായി വന്ന വാരുണിയെ അസുരന്മാർ ആരും കൈക്കൊണ്ടില്ല. സുശീലയായ ആ തരുണിയെ ദേവന്മാർ സ്വീകരിച്ചു. വാരുണിയെ ഉപേക്ഷിച്ചവരെ അസുരന്മാർ എന്നും, അനിന്ദിതമായ വാരുണിയെ സ്വീകരിച്ചവരെ സുരന്മാർ എന്നും പറഞ്ഞു വരുന്നു. കുതിരകളിൽ ഉന്നത സ്ഥാനമുള്ള ഉച്ചൈശ്രവസ്സും രത്നങ്ങളിൽ അമൂല്യമായ കൗസ്തുഭവും കോമളപ്രഭയോടുകൂടിയ സോമദേവനും ക്രമത്തിൽ ഉയർന്നു വന്നു. ഇന്ദ്രൻ ഉച്ചൈശ്രവസ്സിനെയും മഹാവിഷ്ണു കൗസ്തുഭത്തെയും മഹാദേവൻ സോമനെയും സ്വീകരിച്ചു. പിന്നീട് ദേവദേവൻ ധന്വന്തരിയെ ലോകസംരക്ഷണത്തിനായി പ്രാർത്ഥിച്ചു. ദേവാസുരന്മാർ കഠിന പരിശ്രമത്തോടെ പാലാഴിമഥനം തുടർന്നുകൊണ്ടേയിരുന്നു. കാലം പിന്നെയും കടന്നുപോയി. സുന്ദരിയായ ലക്ഷ്മി ദേവി താമരപ്പൂവിൽ ഉയർന്നു വന്നു. ചതുർബാഹുക്കൾ ഉണ്ടായിരുന്നു. മഹാവിഷ്ണു ലക്ഷ്മി ദേവിയെ സ്വീകരിച്ചു. രാമ, അവസാനമായി അത്യുത്തമമായ അമൃത് ഉയർന്നു വന്നു. ഉണ്ണി, പിന്നീട് അവിടെ കുലക്ഷയത്തിന്റെ അങ്കുരമാണ് അമൃതിൽ നിന്നുണ്ടായത്. അതിഥിപുത്രന്മാരായ ദേവന്മാരും തിഥിപുത്രന്മാരായ അസുരന്മാരും തമ്മിൽ അമൃത് കൈക്കലാക്കാൻ മത്സരമായി. രാക്ഷസന്മാർ അസുരന്മാരോട് യോജിച്ചു. 3 ലോകങ്ങളും മയങ്ങുന്ന മട്ടിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. സർവവും നശിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ മഹാവിഷ്ണു മായാമോഹിനി വേഷത്തിൽ വന്ന് അമൃത് കൈക്കലാക്കി. പിന്നീട് അസുരന്മാരും രാക്ഷസന്മാരും ചേർന്ന് എതിർത്തു. എന്നാൽ പുരുഷോത്തമനാകട്ടെ നേരിടുന്നവരെ തോൽപ്പിച്ച് മുന്നോട്ടു പോയി. അവരെ ആ യുദ്ധത്തിൽ തോൽപ്പിച്ചു. സന്തുഷ്ടനായ ദേവേന്ദ്രൻ മഹർഷിമാരുടെയും ചാരുണന്മാരുടെയും ലോകങ്ങളെ സാമോദം പരിപാലിച്ചു. അസുരന്മാരായ മക്കളെ നിഗ്രഹിച്ചത് കണ്ട് തിഥി മാരീചനായ കശ്യപ പ്രജാപതിയുടെ സ്വന്തം ഭർത്താവിന്റെ അടുത്തു ചെന്ന് പറഞ്ഞു, ഭഗവാനെ, എന്റെ പുത്രന്മാരെ അങ്ങയുടെ പുത്രന്മാർ തന്നെയാണ് കൊന്നത്. ഇന്ദ്രനെ കൊല്ലാൻ ശക്തിയുള്ള ഒരു പുത്രൻ എനിക്ക് പിറക്കണം. അതിന് നീണ്ട തപസ് അനുഷ്ഠിക്കാൻ ഞാൻ തയ്യാറാണ്. ശക്തനും മഹാനും ബുദ്ധിമാനുമായ ഒരു പുത്രൻ എനിക്ക് ഭവാനിൽ നിന്നും ഉണ്ടാകണം. ഇന്ദ്രനെ നിഗ്രഹിക്കാൻ ശക്തിയുള്ള ഒരു പുത്രനെ തരണമേ. അതിദുഃഖത്തോടെ ഇത്രയും പറഞ്ഞ ഭാര്യയോട് കശ്യപൻ പറഞ്ഞു, നിനക്ക് മംഗളം ഭവിക്കട്ടെ. നിന്റെ ആഗ്രഹം പോലെ 3 ലോകത്തിനും നാഥനായ ഒരു പുത്രൻ നിനക്കുണ്ടാകും. എന്നാൽ 1000 വർഷം അതിശുദ്ധിയോടുകൂടി
കഠിന തപസ് അനുഷ്ഠിക്കണം. എന്നിൽ നിന്ന് ഗർഭം ധരിച്ച് അന്ന് നീ പുത്രനെ പ്രസവിക്കും. ഭാര്യയെ സ്വാന്തനിപ്പിച്ച് തലോടിയിട്ട് മാരീച കശ്യപൻ തപസ്സിനായി പോയി. ഭർത്താവിന്റെ അനുഗ്രഹം കിട്ടിയ ദിതി കുശപ്ലവം എന്ന സ്ഥലത്ത് ചെന്ന് കൊടും തപസ് തുടങ്ങി. ഇന്ദ്രൻ പൂർണ്ണ മനസ്സോടെ ചെറിയമ്മയെ പരിചരിച്ച് തപോഭൂമിയിൽ താമസിച്ചു. രാമ, അഗ്നി, ദർഭപ്പുല്ല്, വിറക്, വെള്ളം, കായക്കിഴങ്ങ് എന്നിവയും ആവശ്യമായ പൂജാസാധനങ്ങളെയും കൃത്യമായി അമ്മയുടെ സമീപത്തിൽ എത്തിച്ചു കൊടുത്തതും ഇന്ദ്രനാണ്. പലവിധത്തിലും ദിതിയെ ഇന്ദ്രൻ പരിചരിച്ചു. ഉത്തമനായ ഒരു പുത്രൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ ചെയ്തു. 990 കൊല്ലവും കഴിഞ്ഞു. ഇനി 10 വർഷം മാത്രം. ഇന്ദ്രന്റെ പരിചരണത്തിൽ ദിതിക്ക് ഇന്ദ്രനോട് സ്നേഹം തോന്നി. ഉണ്ണി, നിന്റെ അച്ഛൻ എനിക്ക് ഒരു വരം തന്നിട്ടുണ്ട്. 1000 കൊല്ലം വ്രതനിഷ്ഠയോടെ തപസ് ചെയ്താൽ എനിക്ക് ഒരു മകനുണ്ടാകുമെന്ന്. അതിനി 10 കൊല്ലം മാത്രമേ ബാക്കിയുള്ളൂ. 3 ലോകങ്ങളും വിജയിക്കാൻ കെൽപ്പുള്ള അനുജനെ ഞാൻ നിനക്കു നൽകാം. ശത്രുക്കളില്ലാതെ 3 ലോകവും അവനോടുകൂടി നിനക്ക് ഭരിക്കാം എന്ന് പറഞ്ഞു. നേരം നട്ടുച്ചയായി. കാലിൽ തല ചായ്ച്ചു കൊണ്ടിരുന്ന ദിതി ഉറങ്ങിപ്പോയി. തലമുടിയഴിഞ്ഞ് പാദങ്ങളിൽ പതിച്ചു. തപോനുഷ്ഠാനത്തിന്റെ ഏറ്റവും അശുദ്ധി പ്രാപിച്ച ദിതിയെ കണ്ട ഇന്ദ്രൻ സന്തോഷത്തോടെ പുഞ്ചിരിച്ചിട്ട് തല കാലിലായി എന്ന് ചിന്തിച്ചു. പരമാത്മ സ്വരൂപം കൈക്കൊണ്ട ദേവേന്ദ്രൻ ദിതിയുടെ ദേഹത്തിനുള്ളിലേക്ക് പെട്ടെന്ന് കിടന്നു. 100 മുനയുള്ള വജ്രായുധം ഗർഭത്തെ വെട്ടിനുറുക്കി തുടങ്ങി. ഗർഭസ്ഥനായ ശിശുവാകട്ടെ വ്യക്തമായ സ്വരത്തിലാണ് കരഞ്ഞത്. അത് കേട്ട് ദിതി ഉറക്കത്തിൽ നിന്നും ഉണർന്നു. കരയരുത്, കരയരുത് എന്ന് ഇന്ദ്രൻ തുടർന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കരയുന്ന ശിശുവിനെ ഇന്ദ്രൻ 7 വെട്ടിനുറുക്കി. കൊല്ലരുത്, കൊല്ലരുത് ദിതി ആജ്ഞാപിച്ചു. മാതൃവാക്യത്തിന്റെ ഗൗരവമോർത്ത് പുറത്തു വന്ന ഇന്ദ്രൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, അമ്മേ ദേവി, കാലിൽ തലയും വെച്ച് അശുദ്ധിയോടെ കൂടിയാണ് അവിടെ ഉറങ്ങിയത്. ദേവേന്ദ്രനെ നശിപ്പിക്കുവാൻ ഉണ്ടാകുന്ന ആ ശിശുവിനെ തക്കം നോക്കി ഞാൻ 7 തുണ്ടമാക്കി. എന്റെ തെറ്റ് ക്ഷമിക്കണേ, അനുഗ്രഹിക്കണേ. അതീവ ദുഃഖിതയായ ദിതി ഇന്ദ്രനോട് നയത്തിൽ പറഞ്ഞു, ഉണ്ണി, ഗർഭശിശു ഇങ്ങനെ 7 കഷണമായി തീർന്നത് എന്റെ അശ്രദ്ധ കൊണ്ടാണ്. സുരോത്തമനായ നിനക്ക് തെറ്റുപറ്റിയിട്ടില്ല. എന്റെ ഗർഭത്തെ ഉടച്ചുവെങ്കിലും അത് ഗുണം ചെയ്യണം. 7 ഖണ്ഡങ്ങൾ 7 മരുസ്ഥാനങ്ങളിൽ ദിവ്യരൂപത്തോടെ വസിക്കട്ടെ. എന്റെ മക്കൾ മാരുത എന്ന പേര് നീ തന്നെയല്ലേ കൊടുത്തത്? ഒരാൾ ബ്രഹ്മലോകത്തിൽ, 2ാമൻ ഇന്ദ്രലോകത്തിൽ, 3ാമൻ വായു എന്ന പ്രസിദ്ധമായ നാമത്തോടെ ദ്യോവിൽ ദിവ്യശരീരങ്ങളായി സഞ്ചരിക്കട്ടെ. മറ്റു 4 പേർ നിന്റെ ആജ്ഞ അനുസരിച്ച് ഏതെല്ലാം സ്ഥലങ്ങളിലാണോ വേണ്ടത് അവിടെയെല്ലാം സ്വച്ഛന്തം പോകട്ടെ. നിനക്ക് നന്മ വരും. എന്റെ തനയന്മാർ ഇങ്ങനെ വാനവരായി വാഴട്ടെ. ചെറിയമ്മയുടെ വാക്കുകൾ കേട്ട ഇന്ദ്രൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അമ്മയുടെ ഇഷ്ടം പോലെ, അമ്മ പറഞ്ഞതുപോലെ അവിടുത്തെ പുത്രന്മാർ സഞ്ചരിക്കും. അവരെയെല്ലാം വാനവരായി കഴിഞ്ഞു. അവിടേക്ക് മംഗളം. ഇങ്ങനെ തീർപ്പ് കൽപ്പിച്ച മാതാവും പുത്രനും സന്തോഷത്തോടെ തപോവനം വിട്ട് സ്വർഗത്തിലേക്ക് പോയി. ഉണ്ണി, രാമ, ദേവേന്ദ്രന്റെ ശുശ്രൂഷ കൊണ്ട് ദിതി തപസ്സിരുന്ന പ്രദേശമാണ് ഈ വിശാല എന്ന സ്ഥലം. രാമ, ഇക്ഷ്വാകു വംശരാജാവിന് അലംബുസയിൽ അതിധാർമ്മികനായി വിശാലൻ എന്ന ഒരു പുത്രനുണ്ടായി. അവനാണ് ഈ വിശാലപുരി സ്ഥാപിച്ചത്. ആ രാജാവിന്റെ പുത്രനാണ് ഹേമചന്ദ്രൻ. വിഖ്യാതനായ സുചന്ദ്രനാണ് ഹേമചന്ദ്രന്റെ പുത്രൻ. സുചന്ദ്രന്റെ പുത്രനാണ് ധൂമ്രാശ്വൻ. വളരെ പേരെടുത്ത ഒരു രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പുത്രനാണ് സൃഞ്ജയൻ. സൃഞ്ജയന്റെ പുത്രനാണ് സഹദേവൻ. ആ രാജാവിന്റെ പുത്രനായി കുശാശ്വൻ ജനിച്ചു. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ദേവതുല്യനാണ് സുമതി.
ഇക്ഷ്വാകു രാജാക്കന്മാരുടെ അനുഗ്രഹത്തോടെ വിശാല രാജ്യത്തിലെ രാജാക്കന്മാർ മഹാന്മാരും ദീർഘായുസ്സുള്ളവരും വീരന്മാരും ധാർമ്മികന്മാരുമായാണ് രാജ്യം ഭരിക്കുന്നത്. രാമ, നമുക്കിന്ന് രാത്രി ഇവിടെ തങ്ങാം. നാളെ രാവിലെ പുറപ്പെടാം. പുരുഷോത്തമനായ ഉണ്ണിക്ക് ജനക മഹാരാജർഷിയെ നാളെ കാണാം. വിശ്വാമിത്ര മഹർഷി വന്നിട്ടുണ്ടെന്നറിഞ്ഞ സുമതി മഹാരാജാവ് മന്ത്രിമാരോടും ബന്ധുമിത്രാദികളോടും കൂടി ഒന്നിച്ച് വിനയത്തോടെ അവർ താമസിക്കുന്നിടത്ത് വന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഇന്ന് അനുഗ്രഹീതനായി ധാന്യധന്യനായി എന്റെ രാജ്യം പരിപാവനമായി അങ്ങ് കൊട്ടാരത്തിലേക്ക് വന്നാലും. കൊട്ടാരത്തിലെത്തിയ അവർ അന്യോന്യം കുശലപ്രശ്നാദികൾ പറഞ്ഞ് അതിന്റെ അവസാനം രാജാവ് സുമതി ചോദിച്ചു, ബ്രഹ്മർഷി വിദ്യ, അവിടുത്തേക്ക് മംഗളം. അങ്ങയുടെ കൂടെ ദേവതുല്യരായ ഈ കുമാരന്മാർ ദുർഘടമാർഗങ്ങൾ താണ്ടി എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എന്തിനാണ് വന്നത്? ആരുടെ പുത്രന്മാരാണ്? ഇവരുടെ ആഗമത്താൽ ഈ രാജ്യം പ്രഭാപൂരിതമായിരിക്കുന്നു. ഇവരെക്കുറിച്ചറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. രാജാവിന്റെ ജിജ്ഞാസ നിറഞ്ഞ വാക്കുകൾ കേട്ട് ബ്രഹ്മർഷി വിശ്വാമിത്രൻ പുഞ്ചിരിയോടെ കാര്യങ്ങളെല്ലാം നടന്ന പ്രകാരം പറഞ്ഞു. ഈ കഥകളൊക്കെ കേട്ടപ്പോൾ രാജാവ് അത്ഭുത പരതന്ത്രനായി. അയോധ്യാധിപതി ദശരഥന്റെ പുത്രന്മാരാണ് ഈ കുമാരന്മാർ എന്നറിഞ്ഞതോടെ രാജാവിന് ആഹ്ലാദമായി. പൂജാർഹരായ അവരെ, ആ കുമാരന്മാരെ വേണ്ട വിധം പൂജിച്ച് സൽക്കരിച്ചു. ആ സൽക്കാരാദികൾ സ്വീകരിച്ച് അവർ അന്നവിടെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് പ്രഭാതത്തിൽ അവർ മിഥിലാപുരിയിലേക്ക് യാത്രയാരംഭിച്ചു. രാജർഷി പ്രമുഖനായ ജനകനാൽ സംരക്ഷണം ചെയ്യുന്ന മിഥിലാരാജ്യത്തേക്ക് അവർ പ്രവേശിച്ചു. നയനസുന്ദരമായ കാഴ്ചകൾ കണ്ട് ആ സംഘം മുന്നോട്ട് നടന്നു. ആ പുണ്യ നഗരാതിർത്തിയിൽ മനോഹരവും അതിപുരാതനവും ജനസഞ്ചാരമില്ലാത്തതുമായ ഒരു ആശ്രമം കണ്ട് ശ്രീരാമൻ ബ്രഹ്മർഷിയോട് ചോദിച്ചു, ഭഗവാനെ, പരിപാവനമായ ഒരു ആശ്രമമല്ലേ ഇത്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇത് ആരുടെ ആശ്രമമാണ്? വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രഘുനന്ദന, ഈ ആശ്രമത്തെപ്പറ്റി ഞാൻ വിശദമായി പറയാം. കോപിഷ്ഠനായൊരു മഹാത്മാവിന്റെ ശാപത്തിന് ഇരയായതാണ് ഈ സ്ഥലം. ദേവന്മാർ കൂടി അഭിവാദ്യം ചെയ്യുന്ന ഈ ആശ്രമം ഗൗതമ മുനിയുടേതായിരുന്നു. ഭാര്യയായ അഹല്യയോടൊപ്പം ഈ ആശ്രമത്തിൽ കഴിഞ്ഞ മഹർഷിക്ക് 1000 വർഷം ഇവിടെ തപസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരു അത്യാഹിതം സംഭവിക്കുന്നത്. ഒരു ദിവസം ദൂരേക്ക് എവിടെയോ ഗൗതമ മുനി പോയപ്പോൾ ദേവേന്ദ്രൻ ഗൗതമന്റെ വേഷം സ്വീകരിച്ച് ആശ്രമത്തിൽ വന്നു. ഇന്ദ്രൻ അഹല്യയോട് പറഞ്ഞു, സുന്ദരി, ഋതുകാലം കാത്ത് ശാസ്ത്രം നിർദ്ദേശിക്കുന്ന ദിവസം നോക്കി കാമാർത്തനായ ഒരുവൻ കാത്തിരിക്കില്ല. നിന്നോടൊത്ത് ചേരുവാൻ ആഗ്രഹിച്ചാണ് ഞാൻ വന്നത്. മുനിവേഷം കിട്ടി വന്നു നിൽക്കുന്ന ദേവേന്ദ്രനാണെന്ന് അറിഞ്ഞിട്ടും കാമകേളിയിൽ താല്പര്യമുണ്ടായിരുന്ന അഹല്യ ഇന്ദ്രന്റെ ആഗ്രഹത്തിന് വഴങ്ങി. അഹല്യ പറഞ്ഞു, അങ്ങ് ദേവേന്ദ്രനാണെന്ന് എനിക്കറിയാം. എനിക്ക് ഏറ്റവും സന്തോഷവുമുണ്ട്. ഹേ ഇന്ദ്ര, അങ്ങ് അതിവേഗം ഇവിടെ നിന്ന് പോകൂ. എന്നെയും അങ്ങയെയും ഗൗതമന്റെ കണ്ണിൽപ്പെട്ടാൽ കുഴപ്പമാകും. അഹല്യയുമൊത്ത് കാമകേളി നടത്തിയ ഇന്ദ്രൻ പെട്ടെന്ന് ആശ്രമത്തിന് പുറത്തു വന്നു. ഗൗതമ മഹർഷിയിലുള്ള ഭയത്താൽ മനസ്സ് കിടുകിട വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിപ്രാളത്തിൽ പുറത്തു വന്ന ഇന്ദ്രൻ ദൂരെ നിന്ന് വരുന്ന ഗൗതമനെയാണ് കണ്ടത്. തന്റെ വേഷത്തിൽ നിൽക്കുന്ന ഇന്ദ്രനെ ഗൗതമൻ കണ്ടു. നടന്നതൊക്കെ ജ്ഞാനദൃഷ്ടിയിൽ അദ്ദേഹം കണ്ടു. അത്യുഗ്ര കോപത്തോടെ കമണ്ഡലുവിലെ ജലം തളിച്ച് ഇന്ദ്രനെ ശപിച്ചു. ഹേ ദുഷ്ടബുദ്ധി, എന്റെ വേഷം കെട്ടി നീ ഈ അധർമ്മകർമ്മം ചെയ്തതിനാൽ നീ വൃഷണ വിഹീനനായി തീരട്ടെ. ഗൗതമൻ പറഞ്ഞ മാത്രയിൽ ദേവേന്ദ്രന്റെ വൃഷണങ്ങൾ ഭൂമിയിലേക്ക് അടർന്നു വീണു. ആ ആശ്രമത്തിനുള്ളിൽ ഭയത്തിലിരിക്കുന്ന അഹല്യയെയും
ഗൗതമൻ വെറുതെ വിട്ടില്ല. ദുർവൃത്തയായ നീ 1000 വർഷങ്ങൾ താപത്തോടുകൂടി ഇവിടെ തന്നെ ഭക്ഷണമില്ലാതെ വെറും വായു മാത്രം ആഹരിച്ച് വെണ്ണീറായി കിടക്കുക. നിന്നെ ഒരുവനും കാണാൻ സാധിക്കില്ല. ഈ കൊടുങ്കാട്ടിൽ ദശരഥ നന്ദനായ രാമൻ എന്നാണോ വരുന്നത്, അന്ന് മോചനം കിട്ടും. അതിനുശേഷം നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാം. മഹാതേജസ്വിയായ ഗൗതമ മഹർഷി അപ്പോൾ തന്നെ ഈ ആശ്രമത്തെ ഉപേക്ഷിച്ചു. പിന്നെ ഹിമഗിരിയിലേക്ക് പോയി. ശാപം കിട്ടിയ ദേവേന്ദ്രൻ അത്യധികം ദുഃഖത്തോടെ അഗ്നി തുടങ്ങി ദേവന്മാരോട് പറഞ്ഞു, ഗൗതമന്റെ തപസ് മുടക്കണം. ദേവകാര്യം ആഗ്രഹിച്ച് ചെന്ന എന്നെ ഗൗതമൻ ശപിച്ചു. കോപമുണ്ടായതിനാൽ തപസ്സിന് തടസ്സം വന്നു. ഞാൻ ആഗ്രഹിച്ചത് ഫലിച്ചതുമില്ല. ഗൗതമൻ പത്നിയായ അഹല്യയെയും ശപിച്ചിട്ട് ഉപേക്ഷിച്ചു. അല്ലയോ ദേവന്മാരെ, ദേവകാര്യത്തിനു വേണ്ടി ശ്രമിച്ച് ഈ വിധത്തിലായ എന്നെ സഫലമാക്കി തീർക്കുവാൻ വേണ്ടത് ചെയ്യണേ. ഇന്ദ്രന്റെ വാക്കുകൾ കേട്ട ദേവന്മാർ പിതൃദേവന്മാരുടെ അടുത്ത് ചെന്ന് അഗ്നിദേവൻ പറഞ്ഞു, കാമമോഹിതനായ ഇന്ദ്രൻ മുന്നും പിന്നും ആലോചിക്കാതെ മുനിയുടെ ഭാര്യയെ പ്രാപിച്ചു. മുനി ശപിച്ചു. വൃഷ്ണ വിഹീനനായ ഇന്ദ്രന് ഇതാ ഈ ആടിന്റെ വൃഷണം എടുത്തു വെക്കുക. നിങ്ങൾ പ്രസാദിക്കുവിൻ. വൃഷണാപേതനായ ആടിനെയാണ് മേലാൽ തരുന്നതെങ്കിലും ആ മനുഷ്യന്മാരെ അനുഗ്രഹിക്കണം. പൂർണ്ണമായും അനശ്വരവുമായ ഫലം ആ നരന്മാർക്ക് സിദ്ധിക്കണം. അഗ്നിദേവന്റെ വാക്ക് കേട്ട് പിതൃക്കൾ അജവൃഷ്ണമെടുത്ത് ദേവേന്ദ്രന് നൽകി. രാമ, അന്ന് മുതൽക്കാണ് പിതൃക്കൾ അഫലങ്ങളായ അജങ്ങളെ സ്വീകരിക്കാൻ തുടങ്ങിയത്. എന്നാൽ അതിനെ സമർപ്പിക്കുന്ന മനുഷ്യന്മാർക്ക് ഉദ്ദിഷ്ട ഫലത്തെയും കൊടുക്കുകയാണ് പതിവായത്. മഹാനുഭാവനായ ഗൗതമന്റെ തപസ്സിന്റെ പ്രഭാവത്താൽ ഇന്ദ്രന് അന്നു മുതൽ അജവൃഷ്ണങ്ങളാണ് ഉള്ളത്. രാമ, ആ ആശ്രമത്തിലേക്ക് വരൂ. ശാപഗ്രസ്തയായ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കൂ. വിശ്വാമിത്രന്റെ വാക്കുകേട്ട രാമലക്ഷ്മണന്മാർ ആശ്രമത്തിൽ പ്രവേശിച്ചു. ദേവന്മാർക്കോ അസുരന്മാർക്കോ കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ അചഞ്ചല ചിത്തയായിരിക്കുന്ന അഹല്യയെ രഘുരാമൻ കണ്ടു. ശ്രീരാമലക്ഷ്മണന്മാർ അഹല്യയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഭർത്താവിന്റെ വാക്കുകൾ ഓർമ്മ വന്ന അഹല്യ കുമാരന്മാരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിരുത്തി. അവർ അഹല്യയുമൊത്ത് നിന്നപ്പോൾ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി. ദേവദുന്ദുഭിനാദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. അപ്സരസുകൾ നൃത്തം ചെയ്തു. ഗന്ധർവന്മാർ പാടി. ശാപമോക്ഷം കിട്ടിയ അഹല്യയുടെ അടുത്തേക്ക് ഗൗതമൻ പ്രത്യക്ഷനായി വന്നു. ആ ദമ്പതികൾ ശ്രീരാമലക്ഷ്മണന്മാരെയും വിശ്വാമിത്രനെയും ആദരിച്ച് പൂജിച്ചു. അഹല്യയ്ക്ക് മോക്ഷം നൽകിയിട്ട് ശ്രീരാമചന്ദ്രനും മറ്റുള്ളവരും ആശ്രമം വിട്ടുപോയി. അവർ മിഥിലാപുരിയിലേക്ക് നടന്നു.